കുമാർ, അങ്ങേക്ക് അതിനൊരു മറുപടി പറയാം. ഒപ്പം തന്നെ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം ഇവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ അടക്കം അവഹേളിച്ചുകൊണ്ട് കോൺഗ്രസ് പാർലമെന്റിൽ പോലും പ്രസ്താവന നടത്തുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ട വിഷയമാണ്. ഇപ്പോൾ നോക്കൂ, അയോധ്യയാണ് ഇപ്പോൾ പറയുന്ന വിഷയം. ആ അയോധ്യയുടെ പേര് പറഞ്ഞുകൊണ്ട് സനാതനധർമ്മത്തെ മുഴുവൻ അവഹേളിക്കുന്ന ഒരു നടപടി കഴിഞ്ഞ ദിവസം പപ്പു യാദവിന്റെ നേതൃത്വത്തിൽ നമ്മൾ പാർലമെന്റിൽ കണ്ടതാണ്. ഇങ്ങനെയാണ് ഒരു പ്രശ്നത്തെ നോക്കിക്കാണേണ്ടത് എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് അയോധ്യയിൽ എന്താ നടന്നെന്നുള്ളതൊക്കെ ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം. അതെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. SIT അന്വേഷണം, ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അതിനെവിടെയാണ് മോഡി സർക്കാർ ഉൾപ്പെട്ടിരിക്കുന്നത്, അല്ല അവിടെ എവിടെയാണ് ഹിന്ദു സംഘടനയിൽപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അവിടെ നടന്ന കാര്യം നമ്മൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. അതായത് ഈ അയോധ്യയിൽ ധാരാളം ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ കാണിക്ക എണ്ണുന്ന സമയത്ത് ഉള്ള മോഷണം എന്നുള്ളത് സ്ഥിരം നടക്കുന്നതാണ്. അപ്പോൾ അതിനവിടെ സ്ഥാപിച്ചിരുന്ന നമുക്കറിയാം, പിന്നെ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ആസൂത്രിതമായിട്ട് ആ CCTV ക്യാമറ മറച്ചുകൊണ്ടാണ് ഇവർ ചെയ്തത്. പക്ഷേ ഇത് ശ്രദ്ധയിൽപ്പെട്ടു. എങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്? ഈ പണം എണ്ണുന്നവരുടെ സാമ്പത്തിക സ്രോതസ്സില്ലാതെ അത്രയധികം കാര്യങ്ങൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, വീട് വെക്കുന്നു എന്നല്ലൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ അവർ കൃത്യമായിട്ടും അഡീഷണൽ ഇവരുടെ കണ്ണിൽപ്പെടാത്ത തരത്തിലുള്ള CCTV ക്യാമറ രഹസ്യമായിട്ട് വെച്ചിട്ട് അതിൽ നിന്നും എല്ലാം മനസ്സിലാക്കിയെടുത്ത് അവിടുത്തെ ചമ്പത് റാജിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, ട്രസ്റ്റിൻ്റെ ഭരണസമിതി പോലീസിൽ അറിയിക്കുകയും ഈ പ്രതികളുടെ ഈ പറഞ്ഞ ചിത്രം ഉൾപ്പെടെയാണ് കൊടുത്തത്. അതുകൊണ്ടാണ് നമുക്കറിയാം Day 1 അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ഇപ്പോൾ നേതാക്കന്മാരല്ല അവിടെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആളുകളോ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ ആളുകളാണെങ്കിൽ അവരിങ്ങനെ കൊടുക്കുമോ? അപ്പോൾ തീർച്ചയായിട്ടും ആ Day 1 അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിന് തെളിവ് സഹിതമാണ് ഈ ട്രസ്റ്റ് പോലീസിൽ പരാതി കൊടുത്ത്. മാത്രമല്ല അവർ SIT അന്വേഷണം വേണമെന്നും ഇത് ചെറിയ കാര്യമല്ല, ഇതിൽ വ്യാപ്തിയുണ്ട്, ആ വ്യാപ്തി മുഴുവൻ കണ്ടെത്തണമെന്നും പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ ട്രസ്റ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ കേസിൻ്റെ തന്നെ നമുക്കറിയാം, എനിക്ക് തോന്നുന്നത് BNSലെ 304 എനിക്ക് തോന്നുന്നു. അതായത് നമ്മുടെ വീടുകളിൽ ഒരു ജോലിക്ക് വന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ മോഷണം നടത്തിയാൽ വരുന്ന കുറ്റമാണത്. അതായത് നമ്മൾ വിശ്വസിച്ച ഒരാളെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ വെച്ചപ്പം അദ്ദേഹം നമ്മുടെ സ്വത്ത് മോഷ്ടിക്കുന്നു എന്നുള്ള തരത്തിലാണ് ആ കേസ് തന്നെ, ആ വകുപ്പ് തന്നെ ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിൻ്റെ അധികാരികളാണ് ക്ഷേത്രത്തിൽ ജീവനക്കാർ അല്ലെങ്കിൽ ചില ആളുകൾ അത്തരം മോഷണം നടത്തുമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചാണോ തെറ്റ്? അവർ ചൂണ്ടിക്കാണിച്ചല്ലേ, അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. വെറുതെ കണ്ണുമടച്ച് എന്താണ് കാര്യം അവിടെ നടന്നതെന്ന് പോലും അറിയാതാണ് ചർച്ച ചെയ്തത്. ആരാണ് ചമ്പത് റാജി എന്നറിയണം. അദ്ദേഹത്തിൻ്റെ പേരാണോ പറഞ്ഞത്? ഈ അശോക് സിംഗാൽജിക്ക് ശേഷം ഈ ശ്രീരാമക്ഷേത്രത്തിൻ്റെ കേസ് സുപ്രീം കോടതി നടത്തിക്കൊണ്ടിരുന്നതെല്ലാം അദ്ദേഹമാണ്. അദ്ദേഹം ഒരു പ്രചാരകനാണ്. അദ്ദേഹത്തിന് കുടുംബമില്ല, പൂർണ്ണസമയ പ്രവർത്തകനാണ് രാഷ്ട്രീയ സ്വയം സേവകത്തിൻ്റെ. അങ്ങനെ വിശ്വ ഹിന്ദു പരിഷത്തിലേക്ക് വന്നു. അദ്ദേഹം വർഷങ്ങളോളം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ജോലി നോക്കി. അതിനുശേഷമാണ് കോടതിയുടെ നിർദ്ദേശമാണ്. നമുക്കറിയാം ഈ ട്രസ്റ്റ് രൂപീകരിക്കേണ്ടത് കോടതി ആവശ്യപ്പെട്ട പ്രകാരമാണ്. അത് സർക്കാരിനെ അത് രൂപീകരിക്കാൻ പറഞ്ഞെങ്കിലും കോടതി നിർദ്ദേശിച്ച ആളുകളും കോടതിയുടെ സബ്ജക്റ്റ് ടു ദ സ്ക്രൂട്ടണി ആയിരുന്നു നടത്തിയത്. അങ്ങനെയാണ് അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് വെക്കുന്നത്, സെക്രട്ടറി ജനറൽ ട്രസ്റ്റിൻ്റെ. അദ്ദേഹമാണ് ഈ പൂർണ്ണമായിട്ട് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഭാരതം ഒട്ടാകെ പണപ്പിരിവ് നടന്നപ്പോൾ അതിനാണ്ട് 3500 കോടിയോളം പിരിച്ചു വന്നപ്പോൾ ഇനിയും പണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ട്രസ്റ്റ് ആവശ്യപ്പെട്ടു. കേരളത്തിലുൾപ്പെടെ നമ്മുടെ എല്ലാ സംഘടനകളും പറഞ്ഞു ഇനിയും പണം ആവശ്യമില്ല. അപ്പോൾ ഈ ചെറിയ 7 കോടിയോ എത്രയാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഇതിങ്ങനെ സ്വരൂപിക്കേണ്ട ആളുകളാണെങ്കിൽ ഇത്രായിരം കോടി പിരിക്കുമ്പോൾ ഇനിയും പിരിക്കാമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അത് യാതൊരു കാരണവശാലും അതിനകത്ത് ഒരു തുരുമ്പ് പോലും അതിനകത്ത് സത്യമില്ല. അതുകൊണ്ട് വെറുതെ എന്തു വന്നാലും ഉടനെ വടക്കേ ഇന്ത്യയിലേക്ക് പറയുക, എന്തു വന്നാലും ഹിന്ദുക്കളുടെ പ്രശ്നം പറയുക, എന്തു വന്നാലും ക്ഷേത്രത്തിൻ്റെ പ്രശ്നം പറയുക. നിങ്ങൾക്ക് ആർക്കും ഇവിടെ പള്ളിയെക്കുറിച്ചൊന്നും പറയാനില്ലേ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ അധികം നാൾ നീണ്ടു നിൽക്കില്ല. എനിക്കതേ പറയാനുള്ളൂ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡൽഹിയിൽ നടന്ന സമരത്തിൽ എന്തുകൊണ്ടാണ് ഈ ഹനുമാൻ മന്ദിറിന് കല്ലെറിഞ്ഞത്? എന്ത് സമരമാണ് ഇത്? വിദ്യാർത്ഥി സമരത്തിൽ ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണോ കല്ലെറിയുന്നത്? അതുകൊണ്ട് ഇത് ഹിന്ദുക്കൾക്കെതിരെ ഭാരതത്തിനെതിരെയുമാണ്, ആൻറ്റി നാഷണൽസാണ്. ഏതാനും വിദ്യാർത്ഥികളെ ഇവർ വശപ്പെടുത്തിയ കൂടെ ഉണ്ടാവും. പക്ഷേ ഈ സമരത്തിന് മുന്നിൽ നിന്ന് ആരാണ് അതിന് വിദ്യാർത്ഥി? ഇതിലാരാണ് നീറ്റ് പരീക്ഷ എഴുതി? എത്ര പേർ നീറ്റ് പരീക്ഷ എഴുതി? ഈ വന്നിരിക്കുന്ന എത്ര പേർ നീറ്റ് പരീക്ഷയ്ക്ക് യോഗ്യതയുണ്ട്? ഈ സ്ത്രീകളെ അവമാനിക്കപ്പെട്ടില്ലേ? നമ്മളെല്ലാം കണ്ടാണല്ലോ, നിരന്തരമായിട്ട് സ്ത്രീകൾ അവമാനിക്കപ്പെട്ടോടെ. എന്ത് സമരായുധമാണ് ഇവർ പ്രയോഗിച്ചത്? പോലീസിനെ ആക്രമിക്കുക. പിന്നെ പപ്പു യാദവ് ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തിനും ഏതിനും സനാതർമ്മത്തെ ഇല്ലാതാക്കാനും അഭിവൃദ്ധിപ്പെടുത്താനുമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്.
ഒരു കാരണവശാലും ഇത് ഞാൻ പറയും 1 വർഷത്തിനകം ഇതിനെല്ലാം ശക്തമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാവും, അതിനുള്ള സംവിധാനം ഭാരതത്തിലുണ്ടാവും. ഇതിവിടെ സനാതന വിശ്വാസികളെല്ലാം വെറുതെ പിണ്ടായിരിക്കും നിങ്ങൾ വിചാരിക്കേണ്ട, മനസ്സിൽ പുകയാണ്. കോൺഗ്രസ് പാർട്ടി പോലെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പവിത്രമായ പാർലമെൻറ്റിൻ്റെ മുന്നിൽ അതിൻ്റെ തിരുമുറ്റത്ത് ഈ എന്ത് നാടകമാണ് കളിച്ചത്? അവിടെ 3 പാർലമെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് 3 കാണിക്ക വഞ്ചി കൊണ്ടുവെക്കുന്നു. ചുറ്റിനും കോൺഗ്രസിന്റെ ആളുകൾ, SP എല്ലാവരും ഉണ്ട്, എല്ലാ പാർട്ടിക്കാരും അവിടെ വട്ടം കൂടി. രാഹുൽ ഗാന്ധി ഉണ്ട്, പ്രിയങ്ക ഗാന്ധി ഉണ്ട്, ഇവരെല്ലാം അതിനുള്ളിലേക്ക് കാണിക്കവഞ്ചിയിലേക്ക് പൈസ ഇട്ടിട്ട് ആ പൈസ ഈ പറഞ്ഞ ഒരു സന്യാസിയുടെ വേഷം. എന്താണ് സന്യാസി വേഷം ധരിച്ചത്? ഈ പപ്പു യാദവ് സന്യാസിയുടെ വേഷം ധരിച്ച് അവിടെ നിന്ന് ഈ കാണിക്കവഞ്ചിയിലിട്ട പണം പോക്കറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് സനാതർമ്മത്തിനെ അവഹേളിക്കുന്നതാണ്. ഇതിന് ഉത്തരം പറയേണ്ടി വരും കോൺഗ്രസ്, യാതൊരു സംശയമില്ല. സന്യാസ മൂവ്മെന്റ് ഇന്നലെ ജന്തർ മന്ദറിന്റെ സമരത്തിലായിരുന്നു. ഈ പ്രതിപക്ഷത്തിന് സദ്ബുദ്ധി വരുന്നതിന് വേണ്ടിയിട്ടുള്ള യാഗമാണ് അവിടെ, സദ്ബുദ്ധി യാഗമാണ് അവിടെ നടന്നത്. അതൊരിക്കലും ശബരിമലയിൽ നിന്ന് പാത്രം മോഷ്ടിച്ച ചരിത്രമുണ്ട് കോൺഗ്രസ്. ഇത്രയും കൂടുതൽ ഈ പാർലമെന്റിന്റെ മുന്നിൽ